യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാം അധ്യായം വരെ നമ്മൾ വായിച്ചു. അതിൻ്റെ 15 തൊട്ട് ഒന്നുകൂടെ വായിച്ചു. ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയെ നിങ്ങളെ ഓർക്കുന്നുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് പോകും. നമുക്കത് ബ്രേക്ക് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇവിടെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, നിങ്ങളുടെ വിശ്വാസത്തെയും വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും ഒക്കെ ഞാൻ എന്ത് ചെയ്തു? കേട്ടു, കണ്ടു, അല്ലെങ്കിൽ പ്രൈസ് ലോർഡ് ഞാനത് അറിഞ്ഞു. അതൊരു വലിയൊരു ക്വാളിറ്റി ആയിട്ടാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ എങ്ങനെ വിശുദ്ധന്മാരെ സ്നേഹിച്ചു അതുപോലെ തന്നെ ഞാനും നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നല്ല, ഞാനും എൻ്റെ കുടുംബത്തിനും വേണ്ടിയുമല്ല. ഇവിടെ എന്ത് എഴുതിയിരിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിച്ചു, ഇടപെടാതെ പ്രാർത്ഥിച്ചു, ഇടപെടാതെ സ്തോത്രം ചെയ്തു. ഓരോ ദേശത്തെ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ ഇത് പറ്റത്തുള്ളൂ. നമ്മൾ ബുദ്ധിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അറിയാതെ ഇതിങ്ങനെ യൂ ടേൺ എടുത്തിട്ട് നമ്മുടെ വിഷയമായി മാറും. തുടങ്ങുന്നത് കർത്താവേ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെയാ. യൂ ടേൺ എടുത്തിട്ട് എന്ത് ചെയ്യും? കർത്താവേ എൻ്റെ വിഷയം കർത്താവ് പ്രവർത്തിക്കണമേ. ഇത് അറിയാതെ ആത്മാവിൽ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന. ആത്മാവിൽ പ്രാർത്ഥിക്കുവാണെങ്കിൽ നമ്മൾ അറിയത്തില്ല, നമ്മൾ ആത്മാവിലാണ്, നമ്മൾ ആ നിറവിൽ നിൽക്കുവാൻ കഴിയും. ഈ പ്രാവശ്യത്തെ പ്രവർത്തനത്തിൽ കർത്താവിൻ്റെ കൃപയൊക്കെ ഇവിടെ വന്നിട്ടും ചില ദിവസങ്ങളോട് ആ കൃപയിൽ നിൽക്കുവാൻ നമുക്കറിയാം. നമ്മളെല്ലാം ജയിച്ച് നിൽക്കുക, ജയത്തിൽ നിൽക്കുക, കൃപയിൽ നിൽക്കുവാൻ. അപ്പോൾ ഇതുപോലെ നിറഞ്ഞ് അത് ചില സമയത്ത് നമുക്ക് എപ്പോഴും അങ്ങനെ നിൽക്കുവാൻ കഴിയത്തില്ല. നമ്മൾ അതുപോലെ പ്രവർത്തനത്തിനകത്തായി നിൽക്കുമ്പോഴാണ് നമുക്ക് ആ കൃപ എക്സ്പീരിയൻസ് ചെയ്യുവാൻ കഴിയുന്നത്. അങ്ങനെ ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ സഭകളെ ഓർത്ത്, കുടുംബങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ, അവരുടെ വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരുടെ ദൈവസ്നേഹം ഓർത്ത്, വിശുദ്ധന്മാരുടെ സ്നേഹം. ഇനി 17-ാമത്തെ വാക്യം. നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന്. യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ may the Lord give you the spirit of wisdom and revelation in the knowledge of Christ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം യേശുവിനെ പറ്റിയുള്ള ആ ജ്ഞാനവും പരിജ്ഞാനവും അത് കൃപാവരമാകിയാൽ ഇറ്റ്സ് എ ഗിഫ്റ്റ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, ഗിഫ്റ്റ് ഓഫ് ദ സ്പിരിറ്റ് ആകിയാൽ, ആത്മാവിൻ്റെ വരമാകിയാൽ നമുക്കറിയാം ജ്ഞാനത്തിൻ്റെ വരം, പരിജ്ഞാനത്തിൻ്റെ വരം. അത് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ലോകജ്ഞാനമല്ല. ലോകജ്ഞാനമുള്ളവർക്ക് പലപ്പോഴും ഈ ജ്ഞാനം വന്നാൽ മാത്രമേ കർത്താവിനെ സ്നേഹിക്കുവാൻ കഴിയത്തുള്ളൂ. എത്ര നമ്മളെ മറന്ന് കർത്താവിനെ കുഞ്ഞുങ്ങളെ മറന്ന്, കുടുംബത്തെ മറന്ന്, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത് ബൈബിളിനകത്ത്. അപ്പനെയും അമ്മയും ഭാര്യയും ഭർത്താവിനെയും സഹോദരങ്ങളെയും സ്ഥലങ്ങൾ, നിലങ്ങൾ, സ്ഥലങ്ങളും ഭവനവും ദേശവും ഒക്കെ മറന്ന് എന്നെ പിൻപറ്റാതെ ഒരിക്കലും നോ വൺ ക്യാൻ ബി എ ഡിസൈപ്പിൾ. ആർക്കും ശിഷ്യനായി തീരുവാൻ കഴിയത്തില്ല. നമ്മളൊന്നും അത്രയും ആയിട്ടില്ല, ഇല്ലേ? അത് ആ ഡെഡിക്കേഷൻ്റെ ഒരു പീക്കാണ്. അത് ചിലർ മാത്രം അങ്ങനെ ആകണം എന്നല്ല. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? ചിലർ മാത്രം ആകണം, ചിലരാകണ്ട. അതിനുവേണ്ടി വിളിച്ചിരിക്കുന്നവർ അങ്ങനെയല്ല അവിടെ എഴുതിയിരിക്കുന്നത്. നിനക്കെന്നെ പിൻപറ്റി, ഇഫ് യു വോണ്ട് ടു ഫോളോ മീ. നമ്മൾ യേശുവിനെ അല്ല പിൻപറ്റുന്നെങ്കിൽ പിന്നെ ആരെയോ പിൻപറ്റണം. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടത്. നമുക്ക് ആരെ പറ്റിയാ? യേശുവിനെ പറ്റിയുള്ള ആ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടത്. ഇനി അത് കണ്ടിന്യൂ ചെയ്യുക. വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി സ്തോത്രം. വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന്. കണ്ടിന്യൂ ചെയ്തങ്ങ് പോവാം. 18-ാമത്തെ വാക്യം ഒന്ന് നിർത്തി വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഉൾക്കണ്ണുകൾ എന്ത് ചെയ്യണമെന്ന്? ലെറ്റ് ദ ഐസ് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ബി ഓപ്പൺഡ്. അത് കഴിഞ്ഞിട്ട് എന്തുവാ അവിടെ അടുത്ത എഴുതിയിരിക്കുന്നത്? നമ്മുടെ വിളി, അതിൻ്റെ ആഴം ഇന്നത് എന്ന് ആരറിയണം? അപ്പോഴാണ് നമുക്ക് ശരിക്കും
കർത്താവിൻ്റെ നമ്മുടെ വിളി എന്തുവാ, നമ്മുടെ ശുശ്രൂഷ എന്തുവാ നമുക്കൊന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നിൽക്കുവാൻ കഴിയുന്നത്. അതാരറിയണം? നമ്മളറിയണം. അടുത്ത രണ്ടാമത് ഇവിടെ എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ ആ സ്വർഗീയ ഹെവൻലി അല്ലെങ്കിൽ റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി. അതെന്തുവാ? ആ കർത്താവിൻ്റെ മഹിമാധനം, മഹത്വത്തിൻ്റെ ധനം, അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ തേജസ്സിൻ്റെ മഹത്വം, കർത്താവിൻ്റെ ശ്രേഷ്ഠത എന്ന് ഞാൻ അറിയണം. ഒന്ന്, നമ്മൾ നേരത്തെ വാക്യത്തിൽ വായിച്ചു, യേശുവിനെ പറ്റിയുള്ള ജ്ഞാനവും പരിജ്ഞാനവും ഞാൻ പ്രാപിക്കണം. രണ്ടാമത് ഇവിടെ വായിച്ചു, എന്നെ വിളിച്ച വിളിയുടെ ഇതിനൊക്കെ ഡെപ്ത് ഉണ്ട് ദൈവമക്കളെ. എത്രത്തോളം നമ്മൾ യേശുവിനെ പറ്റി അറിയുന്നോ, ആ ജ്ഞാനവും പരിജ്ഞാനവും പ്രാപിക്കുന്നോ, അപ്പോഴാണ് കർത്താവിനെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഒന്ന് സ്നേഹിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മളെ തന്നെ സ്നേഹിക്കും. നമ്മുടെ കാര്യമായിരിക്കും നമുക്ക് മുഖ്യം. ദൈവമക്കളൊക്കെ അങ്ങനല്ലേ ആയിപ്പോകുന്നത്. ഭൂരിഭാഗം ദൈവമക്കൾ, നമ്മുടെ ദൈവദാസന്മാരുടെ പ്രസംഗം അങ്ങനെ ആയിത്തീരുന്നു, കൺവെൻഷൻ പ്രസംഗങ്ങൾ അങ്ങനെ ആയിത്തീരുന്നു. അവസാനം ദൈവസഭയുടെ എല്ലാം കാഴ്ചപ്പാടേ മാറിപ്പോകുന്നു. പക്ഷെ ശരിക്കും നമ്മളിതെല്ലാം പരിശുദ്ധാത്മാവിലാണ് നടക്കുന്നത്. ഈ മാറ്റങ്ങളെല്ലാം എങ്ങനെ നടക്കുന്നത്? ബൈ ദ സ്പിരിറ്റ്, ത്രൂ ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ജ്ഞാനം, യേശുവിനെ പറ്റിയുള്ള ആ ജ്ഞാനവും പരിജ്ഞാനവും നമ്മൾ പ്രാപിക്കുന്നു. രണ്ടാമത് ഇവിടെ 18-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പോലെ, ഒന്ന്, എന്തിനാ എന്നെ വിളിച്ചത്? എന്തിനാ എന്നെ? ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് ഇട്ട് തരട്ടെ, കോർഡ്ലെസ് മൈക്കൊന്ന് പാസ് ചെയ്യട്ടെ. എന്തിനാ എന്നെ വിളിച്ചത്? നമ്മൾ പറയും നല്ല ജോലിയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ കാശിൻ്റെ ഒരു ഭാഗം കൊണ്ട് സഭയിൽ തരാൻ. കാശൊന്നുമല്ല വിഷയം. കർത്താവിൻ്റെ വേലയ്ക്ക് അത് ദൈവം, അത് ആരുടെ വേലയാണ്? അപ്പം ദൈവം അതിനു വേണ്ടി ഒരുക്കിക്കോളും. വിഷയം എന്തുവാ? എന്നെയാണ് വേണ്ടത്. എൻ്റെ കാശല്ല വേണ്ടത്, എന്നെയാണ് വേണ്ടത്. ഐ നീഡ് ടു ബി അവൈലബിൾ ഫോർ ദ ലോർഡ്. ഞാൻ കർത്താവിന് വേണ്ടി സംസാരിക്കണം. ഞാൻ കർത്താവിൻ്റെ ഒരു സാക്ഷിയായി തീരണം. ഞാൻ ദേശത്ത് എന്നെ കാണുന്നവർ ആത്മാവിൻ്റെ ഫലങ്ങൾ രുചിച്ചറിയണം. സ്നേഹം, സന്തോഷമൊക്കെ. ഞാൻ ഏതൊക്കെ ജാതികളുമായിട്ട് ഇടപെടുന്നത്, പാസ്റ്ററായിരിക്കുന്ന ഞാൻ മാത്രമല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന നമ്മളെല്ലാവരും, നമ്മൾ ഓരോരുത്തരെയും കർത്താവ് ഓരോ ദേശത്താക്കിയിരിക്കുക റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട്. അയലോക്കക്കാരെന്തറിയണം? യേശുവിനെ ആരിൽ കൂടെ അറിയണം? എന്നിൽ കൂടെ അറിയണം. അപ്പം അവിടാണ് ശരിക്കും ദേശം കർത്താവിനെ അറിയണം. ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. ഇനി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? അനേകർ ദൈവസന്നിധിയിലേക്ക് വിളിച്ചുകൊണ്ട് വരും, അവരെ എൻകറേജ് ചെയ്യുക, അവരുടെ ഭവനങ്ങൾ വിസിറ്റ് ചെയ്യുക, അവരുടെ ചോദ്യങ്ങൾ. നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ അങ്ങനെയല്ലേ കർത്താവ് പ്രവർത്തിച്ച്. നമ്മുടെ റോൾ മോഡൽ ആരായി? പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മുടെ റോൾ മോഡൽ ആരാ? യേശു. എല്ലാ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലിവിങ്ങിലെല്ലാം യേശുവും അപ്പോസ്തലന്മാരുമാണ് നമ്മുടെ റോൾ മോഡൽസ്. വേറെ ആരുമല്ല, വേറെ മനുഷ്യരൊന്നുമല്ല. യേശുവിൻ്റെ ഐ ഇമിറ്റേറ്റ് ക്രൈസ്റ്റ്. പൗലോസും പറയുന്നത് എന്തുവാ? ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നു. അപ്പം ബൈബിളിൻ്റെ അകത്ത് നമ്മളെ ഓർപ്പിക്കുന്ന സുവിശേഷങ്ങൾ കർത്താവിൻ്റെ ജീവിതവും ശുശ്രൂഷയും, അതുപോലെ തന്നെ അതിനെ ഇമിറ്റേറ്റ് ചെയ്ത അപ്പോസ്തലന്മാരുടെ ജീവിതവും. അവിടെ നമുക്കറിയാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഓരോ ദേശത്തും അവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? ഭവനം തോറും, ഗ്രാമം തോറും. എന്നിട്ട് സിനഗോഗിൽ കയറിയപ്പോൾ, അത് മാർക്കറ്റിലാണെങ്കിലും അരോബിയ കുന്നിൻ്റെ മേളിലാണെങ്കിലും സിനഗോഗിലാണെങ്കിലും, ക്രിസ്തുവിനെ എന്ത് ചെയ്തു? താൻ പ്രസൻറ്റ് ചെയ്തു. ക്രിസ്തുവിനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. ഇടയ്ക്കൊക്കെ ചില വാദങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ അങ്ങനല്ല സഹോദര, വചനമനുസരിച്ച് നമ്മളിങ്ങനാ ജീവിക്കേണ്ടത്. ഇതാ വചനം പറയുന്ന വേർപാട് എന്തുവാ, വിശുദ്ധി എന്തുവാ, ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുവാൻ നമ്മൾക്ക് എത്ര നിശ്ചയം വേണം. ഇത് ജ്ഞാനം പിശാചിൻ്റെയും ഭയങ്കരമാണ്. പിശാചിനും ദൈവത്തിൻ്റെ ഒരു പ്രധാന ദൂതനായതുകൊണ്ട് ജ്ഞാനം ഭയങ്കരമാണ്. ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളിലാണ് അനേകരെ, ഈവൻ ദൈവദാസന്മാർ പോലും സൈറ്റൻ മൂവ്സ് ദം അവേ. വചനത്തിൽ നിന്ന് മാറ്റിക്കളയുന്നത് ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പം സാത്താൻ ഒരു സൈഡിൽ കൂടി ലോകജ്ഞാനം ഉപയോഗിക്കുമ്പോൾ, നമ്മൾ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ഈ ജ്ഞാനം, ഇത് കൃപാപരമായി, ഇത് കോളേജിൽ നിന്ന് കിട്ടത്തില്ല, ഇത് MPhil PhD എടുത്താൽ കിട്ടത്തില്ല. ഇത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി, അവർ പറയുന്ന തർക്കങ്ങൾക്ക് ഉത്തരമായിട്ട് അവിടെ എല്ലാം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. ദൈവത്തിൻ്റെ ജ്ഞാനം വെളിപ്പെടുമ്പോൾ ഒരു ദൈവപ്രവൃത്തി അവിടെയൊക്കെ വെളിപ്പെടും. ഞാൻ ദൈവദാസന്മാരൊക്കെ ഈ മുസ്ലിം സഹോദരന്മാരുടെയൊക്കെ ശുശ്രൂഷിച്ചപ്പോൾ വലിയ പാടാ കാര്യം. ഞാൻ പറഞ്ഞത് കോഴിക്കോടായതുകൊണ്ട് വളരെ സ്ട്രിക്റ്റായിട്ട് പഴയ നിയമം പോലുള്ളൊരു പ്രമാണം ഫോളോ ചെയ്യുന്നവരാണ്. അവരും വിശ്വസിക്കുന്നു ജീവനുള്ള ദൈവത്തെ പറ്റി. അവരും നമ്മളെക്കാൾ ദൈവമക്കൾക്ക് വിശ്വാസമില്ല,
നമുക്ക് കർത്താവിൽ അത്രയും പലപ്പോഴും എൻ്റെ കർത്താവ് എങ്ങനെ നടത്തിയാൽ അത് മതി എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെ എരിവുള്ള ഇവർക്ക് പറ്റും. അവർ എത്ര നഷ്ടവും കഷ്ടവും വന്നാൽ അവർ പറയും രാജാവ് എന്ന ദൈവത്തെ വിളിക്കും. ദൈവം അനുവദിച്ചു. ഈ ഹംദുലില്ലായുടെ ഒക്കെ അർത്ഥം അതാ, ദൈവം അനുവദിക്കുന്ന പോലെ മതിയെന്നേ. ദൈവം അനുവദിച്ചു, അത് മതി. ദൈവം തന്നു, ദൈവം എടുത്തു. ഇതൊക്കെ നമ്മളെക്കാൾ നല്ലപോലെ ഈ പഴയ നിയമ പ്രമാണം, അവരുടെ ശരീരത്ത് നിയമം എന്ന് അവർ പറയുന്ന പഴയ എല്ലാം കോപ്പിയടിയല്ലേ ഇവിടെ നിന്ന്. ഞാൻ കോപ്പിയടിച്ചായതുകൊണ്ട് ഈ പ്രമാണം എല്ലാം അവർക്കുണ്ട്. നമ്മൾ യഹോവ എന്ന് വിളിക്കുന്നു, അവർ വേറൊരു ജിന്നിൻ്റെ പേര് വിളിക്കുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പ്രമാണമൊക്കെ അത്യാവശ്യം ഈ മൂസാ നബിയും ഈസാ നബിയും യാക്കൂബും ഇവിടെയുള്ള കഥാപാത്രങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഈ കഥകളും ഈ ഇവരുടെ ജീവിതവും ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതും എല്ലാം അവിടെ ഉണ്ട്. ശത്രുക്കളുടെ മേലുള്ള യുദ്ധം ഒക്കെ അവിടെ ഉണ്ട്. അവരുടെ പ്രമാണത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അവരുടെ മധ്യത്തിൽ ദൈവത്തെ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഡിബേറ്റ് പറ്റത്തില്ല. പല ദൈവദാസന്മാർ അവരെ കാണുമ്പോഴേ ദേഷ്യമാണ്, അവർക്ക് കൈ കൊടുക്കത്തില്ല. അവരോട് ഡിബേറ്റും ചെയ്ത് സുവിശേഷത്തിൻ്റെ വാതിലടയ്ക്കുമല്ലേ. സ്നേഹത്തോടുകൂടിയും പരിജ്ഞാനത്തോടുകൂടിയും ആ പ്രമാണം കഴിഞ്ഞു. ഒരു പുതിയ പ്രമാണമുണ്ട്. ഏത് മനുഷ്യനും ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ മനസ്സിലാക്കണമെങ്കിൽ ഇച്ചിരി പാടായില്ലേ. അവർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ് ദൈവപുത്രനെ പറ്റിയും വലിയവനായ ദൈവത്തിൻ്റെ അദൃശ്യ രൂപമാണ് ക്രിസ്തു എന്നുള്ള കാര്യമൊക്കെ അവർക്ക് മനസ്സിലാകാത്തൊരു, അത് ഒരു മനുഷ്യൻ എങ്ങനെ യാഗമായി തീരുവാൻ കഴിയും എന്നൊക്കെ ഉള്ളൊരു കാര്യം മനസ്സിലാകണമെങ്കിൽ അത്രത്തോളം ജ്ഞാനം നമ്മൾ പ്രാപിക്കണം. അത് ദൈവം തന്നേലേ കഴിയത്തുള്ളൂ. നമ്മുടെ പ്രിപ്പറേഷനിലൊന്നും കഴിയത്തില്ല. ആ ജ്ഞാനമാ ഈ നാളുകൾ നമ്മൾ ഓരോരുത്തരും പ്രാപിക്കണം. മനസ്സിലാക്കണം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പിന്നെ വലിയ റിലീജിയസ് അല്ലെങ്കിൽ ഭയങ്കര ആത്മീയരായിത്തീരുന്നു എന്ന് വിശ്വാസികൾ പോലും പരിഹസിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ള ഈ മതപരമായിട്ട് അല്ലെങ്കിൽ വേദങ്ങൾ അതൊക്കെ എന്തിനാ ഈ ലോകം ഇത്രയും ശാസ്ത്രം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ബുദ്ധിയിൽ ചിന്തിക്കണ്ടേ, അതൊക്കെ പോഷത്വമാ എന്നൊരു ഭൂരിഭാഗം മനുഷ്യർ വിശ്വസിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ ഒരു ജീവനുള്ള ദൈവത്തെ പറ്റി, ഒരു നരകമുണ്ട്, സ്വർഗമുണ്ട്, ഒരു നിത്യതയുണ്ട്, കർത്താവിനോടുകൂടി യേശുവിൽ കൂടെ സ്വർഗത്തിൽ പോകാൻ കഴിയും. ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലായി. ഇത് മതമല്ല. പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ആ നിറവിൽ നിൽക്കണം. നമ്മൾ ആത്മാവിൻ്റെ നിറവിൽ. അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോരുത്തരെ കാണുമ്പോൾ നമ്മളൊക്കെ ഇനിയുള്ള ദിവസങ്ങൾ അതാ പ്രാക്ടീസ് ചെയ്യണം. അതിനുവേണ്ടി ഒരുങ്ങണം. അതിനുവേണ്ടി ആത്മാവിൻ്റെ നിറവ് പ്രാപിക്കണം. അവരുടെ ചോദ്യത്തിൽ നമ്മൾ കൂട്ടുകൂടുന്നത് എന്തിനാ? ഇവരുമായിട്ടെല്ലാം നമ്മൾ കണക്റ്റഡായിട്ട് നിന്നേ പറ്റൂ നമുക്ക് സംസാരിക്കണം. പക്ഷേ ആ എന്തിനാ? കൂട്ടിനും അതിൻ്റെ ലിമിറ്റുണ്ട്. ആ എന്തിനാ? അവരുടെ എന്തെങ്കിലും ലോകത്തിലെ അവസ്ഥ കേട്ടിട്ട് ഇത് ഇങ്ങോട്ട് കയറുവാനല്ല. നമ്മുടെ ഉള്ളിലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ജ്ഞാനവും പരിജ്ഞാനവും ക്രിസ്തുവിനെ പറ്റി എത്രത്തോളം നമ്മൾ ക്രിസ്തുവിനെ നമ്മൾ അറിയുന്നോ അതാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 2000 വർഷം മുമ്പ് ഒരു മനുഷ്യൻ വന്നു, ക്രൂശിൽ മരിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കാണത്തുള്ളൂ. 2 ലൈൻ. എത്രത്തോളം ക്രിസ്തുവിനെ അറിയുന്നോ, ക്രിസ്തു ദൈവമാണെന്നറിയുന്നോ, പ്രൈസ് ദി ലോർഡ്, ദൈവം മനുഷ്യനായിട്ട് വന്നു എന്നറിയുന്നു. ആ കർത്താവിൽ വിശ്വസിച്ചാൽ രോഗസൗഖ്യമുണ്ട്. ആ കർത്താവിൽ വിശ്വസിച്ചാൽ എല്ലാ ദേശശക്തിയുടെ മേൽ നിൽക്കുവാൻ കഴിയും. ക്ഷുദ്രശക്തി ബാധിക്കത്തില്ല, മന്ത്രവാദം ബാധിക്കത്തില്ല, അന്യാരാധന ശക്തി നമ്മുടെ മേൽ ജയം കൊള്ളത്തില്ല, ദേശശക്തിക്ക് നമ്മുടെ കുടുംബങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല. പോരാടും, ബോംബ് പൊട്ടിക്കുമ്പോൾ ചില പുകയൊക്കെ വരും, തകർക്കുവാൻ കഴിയത്തില്ല. കാര്യം എന്നാ? എൻ്റെ ജീവിതത്തിൽ ഈ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവ്, He will fulfill it. My Lord will fulfill. Praise the Lord. എന്നെ വിളിച്ചുവെങ്കിൽ അങ്ങ് അറ്റത്ത് എന്നെ കൊണ്ട് എത്തിക്കും. ഞാൻ കർത്താവിൻ്റെ കരം ഒന്ന് മുറുക പിടിച്ചാൽ മതി. അപ്പോൾ ആ ഒരു അറിവാണ്. അതിനെപ്പറ്റി ഇവിടെ ആരോടാണ് പറയുന്നത്? എഫെസോസ് ദേശത്തെ സഭയോട് പറയുക, നിങ്ങൾ അറിയണം യേശുവിനെ പറ്റിയുള്ള ജ്ഞാനവും പരിജ്ഞാനത്തിൽ വർദ്ധിക്കണം. എന്നാൽ മാത്രമേ ജയാളിയായിട്ട് നിൽക്കുവാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അടുത്തത് 19ാമത്തെ വാക്യത്തിൽ ഇനി അടുത്തത് നിങ്ങൾ അറിയേണ്ടതാണ് ദൈവത്തിൻ്റെ ബലം, ദ ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ ടുവേർഡ്സ് ദോസ് ഹു ബിലീവ്. വിശ്വസിക്കുന്നവരില്ലേ, വ്യാപാരത്തെ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയേണ്ടത്. ഇത് ആരുടെ മേൽ മാത്രമേ വ്യാപരിക്കത്തുള്ളൂ? എല്ലാ ദൈവമക്കളുടെ മേലല്ല, വിശ്വസിക്കുന്നവരുടെ മേൽ മാത്രം വ്യാപരിക്കുന്ന കർത്താവിൻ്റെ ശക്തിയുടെ ഹല്ലേലൂയ ഞാൻ അറിയണം. ഇത് ഞാൻ രുചിച്ച് വില്യം ക്യാരിയുടെ അനുഭവം, D.L. മൂഡിയുടെ അനുഭവം, ഇതൊക്കെ സ്ഥിരം ആൾക്കാർ ഉദാഹരണം പറയുന്നതുകൊണ്ട് ഇറങ്ങി പറഞ്ഞു പോയെന്നേ ഉള്ളേ. സ്തോത്രം. ആരുടെയെങ്കിലുമൊക്കെ അവർക്ക് അനുഭവങ്ങൾ ഉണ്ടായിരുന്നേ.
അവർ ഓരോ ദേശത്തും അവർ വന്നത് കൽക്കട്ടയിലായിരുന്ന സമയത്തും ദേവദാസൻ ഹാലിൽ ആഫ്രിക്കയിലായിരുന്ന സമയത്തും ഒക്കെ അവർ വില കൊടുത്ത് ദൈവത്തിന് വേണ്ടി നിന്നതാ. ഇവിടെ മിഷണറിമാർ വന്ന് നിന്നത് കൊണ്ടാണ് ഹാലല്ലേ വേർപെട്ട ഒരു കൂട്ടം ഇവിടെ ഉണ്ടാകുവാൻ കഴിഞ്ഞ. അവരൊക്കെ ശരിക്കും വില കൊടുത്തു നിന്നു. 5 മക്കൾ വരെ മരിച്ച ഒരു മിഷണറിയുടെ പാട്ടാണ് നമ്മൾ ഒരിക്കൽ ഹാലലിയ പ്രൈസ് ലോർഡ് ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ എന്നുള്ള ആ ദേവദാസൻ ആ ഇംഗ്ലീഷ് പാട്ടൊക്കെ നമ്മൾ പാടുന്നത്. 5 മക്കളാണ് മരിച്ചത്. നമ്മൾ ഈ ബൈബിൾ അപ്പോഴേ അടച്ചു വെച്ചിട്ട് ഈ പണി വേണ്ടെന്ന് പറഞ്ഞ് പോകത്തില്ല. 5 മക്കൾ. അവർ പിന്നെ ഒരു ദേശത്ത് പോയി അവിടെയുള്ള മുസ്ലിംസിൻ്റെ മധ്യത്തിൽ പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു. സ്വന്തം എന്നിട്ടും ഭാര്യയും ഭർത്താവും മാത്രം പോയി. കാര്യം അപ്പോഴത്തേക്ക് അവർ പ്രായമായി കാണും. മക്കൾ ഇച്ചിരി വലുതായിട്ടാണ് മരിച്ചത്. ഇതൊക്കെ വിഷമമുള്ള കാര്യമല്ലേ? ഇവിടെ വന്ന ദൈവദാസന്മാരുടെ ഒക്കെ മക്കൾ മരിച്ചു. നമ്മുടെ ഭാരതത്തിൽ വന്ന അനേക ദൈവദാസന്മാർ സഭാചരിത്രവും അല്ലെങ്കിൽ മിഷണറിമാരുടെ ഒക്കെ ഓരോ ജീവചരിത്രവും വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വില കൊടുക്കാതെ ഇതിനൊന്നും അയ്യോ പോരാട്ടം ഉണ്ടല്ലോ അതൊന്നും അല്ല ദൈവമക്കളെ. ഇത് വില കൊടുക്കുക. ഇത് കർത്താവിനാലാ. ഇറ്റ് ഈസ് ബൈ ദ ലോഡ്, ഇറ്റ് ഈസ് ഫോർ ദ ലോഡ്. ഇത് ദൈവത്തിന് വേണ്ടിയാ. അത് ദൈവത്താൽ പ്ലാൻ ചെയ്യപ്പെട്ടതാ. അത് ഇങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ മരിക്കത്തില്ലായിരുന്നു. നോ, ഇത് നമ്മൾ കൊടുക്കേണ്ട വിലയാ. സ്തോത്രം. അത് നമ്മളെക്കൊണ്ടേ കഴിയത്തുള്ളൂ എന്ന് അറിഞ്ഞ് അതിനുള്ള ബലം കർത്താവ് പകർന്നു. അപ്പം നമ്മൾ ഡൗൺ ആക്കാൻ വരുന്ന സാത്താനെ ജയിക്കുവാൻ എന്തു വേണം? അല്പം ശക്തി പോരാ. ഞങ്ങൾ ഈ സ്ഥലത്ത് ചെന്നപ്പോൾ മനസ്സിലായി, അയ്യോ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ദിവസങ്ങളല്ലേ താമസിച്ചുള്ളൂ. അവിടെ പോയി സ്ഥിരമൊന്ന് താമസിക്കണമല്ലേ, കുറച്ച് നാൾ താമസിച്ചൊന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഇതിലും വില കൊടുക്കണം. ഒരു 2 ദിവസം പോയതിൻ്റെ വിലയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റ്. അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന ദൈവദാസനെയും കുടുംബത്തെയും ഓർത്ത് നിങ്ങളൊന്ന് ചിന്തിച്ച് ചോദിക്കാൻ. അപ്പോൾ നമ്മൾ എന്തുവാ മനസ്സിലാക്കേണ്ടത്? ഇവിടെ എഴുതിയിരിക്കുന്നത് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന. ഞാൻ ഇച്ചിരി വിശ്വസിച്ചാൽ എൻ്റെ ജീവിതത്തിൽ എത്ര വ്യാപരിക്കും? ഞാൻ ശരിക്കും വിശ്വസിച്ചാലോ അതിശക്തിയായിട്ട് എൻ്റെ വിശ്വസിക്കുന്നവരുടെ മേൽ, പെന്തിക്കോസുകാരുടെ മേലിനോ ദൈവമക്കളുടെ മേലിനോ ഇന്ന സഭക്കാരുടെ മേലിനോ ഒന്നും അല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി. അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രാപിക്കണം. നിങ്ങൾ അറിയണം. എഫെസോസിലെ സഭയോട് പറയുമ്പോൾ അർത്തമീസ് ദേവിയുടെ ആ ദുഷ്ടമൂർത്തി ശക്തിയോട് പോരാടുന്ന ദൈവസഭയോട് പറയുക, നിങ്ങളറിയണം ഞാൻ ദൈവം, ജ്ഞാനവും വിവേകവും പകരും എന്ന് നിങ്ങൾ അറിയണം. അത് പ്രാപിക്കണം. ഇവിടെ പറയുക കർത്താവിൻ്റെ അളവറ്റ ശക്തി, ദ എക്സീഡിങ് ഗ്രേറ്റ്നസ് ഓഫ് ഹിസ് പവർ നിങ്ങളറിയണം. നിങ്ങൾ വിശ്വസിക്കണം. അറിഞ്ഞാൽ മാത്രം പോരാ. എല്ലാവർക്കും കുറേ പേർക്ക് അറിയാം ദൈവം വലിയവനാണെന്നും നമ്മളെ വിളിച്ചിരിക്കുന്നത് ദേശശക്തി കാൽ കീഴാക്കുവാനാന്നൊക്കെ അറിയാം. ഒരു ചെറിയ മണിയടി മണിയടിയുടെ ശബ്ദം കേട്ടാൽ മതി, അയ്യോ സ്വതന്ത്ര കർത്താവേ സ്വതന്ത്ര കർത്താവേ എന്ന് പറയുന്ന ദൈവമക്കളാണ് പകുതി. ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഇടിമിന്നിയല്ലോ. എത്ര പേരാണ് ഇടിമിന്നിയപ്പം എല്ലാ കാലും കട്ടിലേക്ക് കയറ്റി വെച്ചിട്ട് അയ്യോ എൻ്റെ അമ്മയെന്നൊക്കെ വിളിച്ചവർ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ആരെങ്കിലും ഉണ്ടോ? ബൈബിൾ എന്തുവാ പറയുന്നത്? ഇടിമിന്നൽ ആരാ? ദൈവമാണ് തലയിൽ ഇടിമിന്നിക്കുന്നത്. ഇനി നിങ്ങൾ ദുഷ്ടൻ്റെ ദൈവം നിങ്ങൾ എവിടെ പോയി പാത്തിരുന്നാലും മിന്നേണ്ട ഇടികളൊക്കെ എന്ത് ചെയ്യും? മിന്നും. നശിക്കേണ്ട സാധനങ്ങളൊക്കെ നശിക്കും. ഇത് ദൈവം അവിടുന്ന് ഒരു കരണ്ണെ അയച്ച് ചെയ്യുന്ന ചില പ്രവൃത്തികളാണ്. ദൈവം എന്തയച്ചാലും അത് പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരത്തില്ല. അങ്ങനെയാണ് ദൈവം. അത് വാക്കയച്ചാലും അതതിൻ്റെ പ്രവൃത്തി ചെയ്യും, വചനം അയച്ചാലും അതതിൻ്റെ പ്രവൃത്തി ചെയ്യും. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവം സർവശക്തനാണ്. ദൈവം എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. എല്ലാം നമ്മളിന്ന് പാടിയത് പോലെ ഇപ്പം താഴോട്ട് നമ്മളത് അടുത്ത വാക്യത്തിൽ വായിക്കാൻ പോകുന്നു. എല്ലാ നാമത്തിനും മേലായ ശക്തി. ഈ ഇടിമിന്നൽ വന്നാലും നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എൻ്റെ അമ്മയെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അമ്മയ്ക്കൊന്നും രക്ഷിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ഇത് ദൈവം അയക്കുന്നതാണെന്ന് മനസ്സിലായാൽ മതി. ഒന്നും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. എൻ്റെ ദൈവം ജാതികൾ പേടിക്കട്ടെ. അവർക്ക് ദൈവത്തിൻ്റെ മക്കളായി തീരുവാനുള്ള അവകാശം ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവർ പേടിക്കട്ടെ. ശാസ്ത്രം അനുസരിച്ച് ഇതൊരു ഹൈ വോൾട്ടേജ് ആണെന്നും ഒരു കറണ്ടിനും ഒരു ലൈറ്റ്നിങ് അറസ്റ്ററിനൊക്കെ ചിലപ്പം ലൈറ്റ്നിങ് അറസ്റ്ററോട് കത്തിപ്പോകുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരത് പേടിക്കട്ടെ. ഇത് കറക്റ്റായ എർത്തിങ് ഒക്കെ കറക്റ്റ് അല്ലെങ്കിൽ ഭൂമിക്ക് താങ്ങുവാൻ കഴിഞ്ഞില്ലെങ്കിലൊക്കെ ചില സമയത്ത് ഇടി മിന്നൽ വന്ന് ഭയങ്കര ബിൽഡിങ്ങിനെയൊക്കെ കീറുന്ന സമയം മരങ്ങളൊക്കെ കീറി രണ്ടാക്കും. അവർ പേടിക്കട്ടെ. എൻ്റെ ഒരു രോമം പോലും എന്ത് ചെയ്യത്തില്ല, പൊഹഞ്ഞു പോകത്തില്ല. പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? അപ്പം വിശ്വസിക്കണം. ഇടി മിന്നുമ്പോൾ എന്ത് ചെയ്യണം? ഞാൻ ചെറിയ എക്സാമ്പിൾ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടി മിന്നിയോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ ഇടിമിന്നൽ പോലുള്ള എന്ത് പ്രശ്നങ്ങൾ വന്നാൽ ഐ ഷുഡ് ബിലീവ് ദ ഗോഡ് ഹൂം ഐ സെർവ്. ഞാൻ സേവിക്കുന്ന എൻ്റെ കർത്താവ്. എഫെസോസിലെ ദൈവസഭയോട് പറയുക, വിശ്വസിക്കുന്നവരുടെ മേൽ മാത്രം
മാത്രമേ വ്യാപരിക്കത്തുള്ളൂ ഈ ദൈവശക്തി. ആ ദൈവശക്തി അത് ദൈവപ്രവൃത്തിയായിട്ട് വ്യാപരിക്കും. ഈ ദിവസങ്ങൾ നമ്മളെ തളർത്തിക്കളയുവാൻ വരുമ്പോൾ വിശ്വസിക്കണം, ആ ദൈവശക്തി വ്യാപരിക്കും എന്ന് നിങ്ങൾ അറിയണം. ഇനി 20-ാമത്തെ വാക്യം. അങ്ങനെ അവൻ ക്രിസ്തുവിനും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും. അപ്പോൾ ഇവിടെ ക്രിസ്തുവിൻ്റെ മേൽ വ്യാപരിച്ചത് നമുക്കറിയാം. താൻ സാധാരണ മനുഷ്യനായിട്ട് നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ വിലയൊക്കെ കൊടുക്കണം, നമ്മളിനി അങ്ങ് ശരിക്കും ദൈവശക്തി ഉണ്ട്, ചില വില കൊടുക്കണം എന്ന് കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തല്ലേ പറ്റും. കർത്താവും കൊടുത്തു. യേശുവിന് വേണേൽ അവിടെ ഒരു ശരിക്കും ദൈവത്തിൻ്റെ ദൈവത്വം മനുഷ്യത്വം അല്ലാതെ ദൈവത്വത്തിൽ കർത്താവിന് ഈ ആണികളെയൊക്കെ തെറിപ്പിക്കാമായിരുന്നു. ഭൂമി പിളർന്ന ദൈവമല്ലേ, ഭൂമി പിളർന്ന ഇതെല്ലാം അവിടെ വേണേ ആ കാൽവറി ക്രൂശിൽ, ആ മലയിൽ കാൽവറി ഗോൽഗോത്ത മലയിൽ എന്ത് ചെയ്യാൻ, ഭൂമി പിളർന്ന് കർത്താവിനെ ക്രൂശിക്കാൻ വന്നവരെല്ലാം അകത്തോട്ട് പോയി കഥ ഭൂമി അടയ്ക്കാൻ. എൻ്റെ ദൈവം നേരത്തെ ചെയ്തതല്ലേ അത്, ദൈവത്തിനത് ചെയ്യാമായിരുന്നു. പക്ഷെ ദൈവം അത് ചെയ്തില്ല, കാരണം പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു. അങ്ങനെയല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ ഭാരം. അപ്പം പഴയ നിയമത്തിൽ മുഴുവനും ആടാ വില കൊടുക്കുന്നു, അങ്ങനെയല്ലേ. യാഗമൃഗമാണ്. പുതിയ നിയമത്തിൽ ആരാ വില കൊടുക്കുന്നത്? അതിനാരാണ് ഒന്നാമതായി തീർന്നത്? ക്രിസ്തു. പഴയ നിയമത്തിൽ ചില മൃഗങ്ങൾ ആരുടെയോ വിടുതലിന് വേണ്ടി വില കൊടുക്കുമ്പോൾ, പുതിയ നിയമത്തിൽ വില കൊടുക്കാൻ വിളിച്ചിരിക്കുന്നവരാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ആദ്യത്തെ യാഗമൃഗമായിരുന്നു അവൻ, സകലത്തിലും മുൻപനായി തീരേണ്ടതെന്ന് ബൈബിൾ പറഞ്ഞ ആദ്യത്തെ യാഗമൃഗം യേശുവായി തീരേണ്ട ഒരു ആവശ്യവുമില്ല. താൻ ദൈവമാണ്. നമുക്കൊരു മാതൃകയായിട്ടും ഒരു റോൾ മോഡലായിട്ടും ആദ്യം യേശു, അത് കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ഇന്ന് നമുക്ക് പകൽക്കാലം ഒരു തീരുമാനമെടുക്കാം. ആൾക്കാരുടെ വിടുതലിന് വേണ്ടി ഞാൻ വില കൊടുക്കും. വേദനയുണ്ടാവും, യേശുവിനുണ്ടായി. നിന്ദയുണ്ടാവും, യേശുവിനെ നിന്ദിച്ചു. സ്തോത്രം. ക്രൂശിൽ മേലും നിന്ദിച്ചു. കഴിയുമെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വരാൻ പറഞ്ഞു. അല്ലല്ലോ, തൻ്റെ വസ്ത്രമൊക്കെ പകിട്ടിട്ട് അവരെടുത്തു. വേദനയുണ്ടാവും, നിന്ദയുണ്ടാവും. വില കൊടുക്കുന്നാൽ മാത്രമേ ചിലർക്ക് വിടുതലുണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഈ ദൈവശക്തി ആരുടെ മേൽ വ്യാപരിച്ചു? ക്രിസ്തുവിന്മേൽ വ്യാപരിച്ചു. അതോടുകൂടി സാത്താൻ വിചാരിച്ചു ഈ പ്രവൃത്തി തീർന്നു. കർത്താവിനെ ക്രൂശ് 3.5 വർഷമായി ഇവിടെ ഓടി നടന്ന് വചനം തെളിയിച്ച് സിനഗോഗിലും പഠിപ്പിച്ച് മരിച്ചവരെ ഉയർത്തി അത്ഭുതങ്ങൾ പ്രവർത്തി കുഷ്ഠരോഗിയും സൗഖ്യമാക്കി ദൈവത്തിൻ്റെ നാമം ഉയർത്തുക. ക്രൂശിക്കുന്നതോട് തീരും. എവിടാ? റോമൻ പടയാളികളെയും കാവൽ ചെയ്ത് കല്ലുമുരുട്ടി വെച്ചു. ഹല്ലേലൂയ. ശവക്കല്ലറയിന്മേൽ സമയമായപ്പോൾ, ദൈവത്തിൻ്റെ സമയമായപ്പോൾ, ചെറിയ പ്രവൃത്തിയല്ല, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പമാണ് പറയുന്നത്. മരിച്ച് അവരെന്ത് ചെയ്തു? ശീലകൾ ചുറ്റിയില്ലേ. ഇനി ജീവൻ പ്രാപിച്ച യേശു ഈ ഇങ്ങനെ ശീലകൾ ചുറ്റിയത് പൊട്ടിച്ചിറങ്ങി വരട്ടെ. ഇതൊക്കെ തെറിച്ചു പോയി. ദൈവശക്തി വ്യാപരിക്കുമ്പോൾ തടസ്സങ്ങളെല്ലാം തെറിച്ചു പോവും. നിങ്ങളെ ആരാധിപ്പിക്കുവാൻ കഴിയാത്ത തടസ്സങ്ങൾ, നിങ്ങളെ ഒന്ന് കർത്താവിൽ സന്തോഷിക്കുവാൻ കഴിയാത്ത തടസ്സങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കഴിയാത്ത തടസ്സങ്ങളൊക്കെ യേശുവിനെ ചുറ്റിയ ശീലകൾ പോലെ എന്ത് ചെയ്യും? ആ കല്ല് തെറിച്ചു പോയി, ശീലകൾ തെറിച്ചു പോയി, റോമൻ പടയാളികൾ താഴെ വീണു. ദൈവം ആഗ്രഹിച്ച പ്രവൃത്തി കറക്റ്റായിട്ട് നടന്നു. യേശുവിൻ്റെ മേൽ ആ ശരീരത്തിന് മേൽ ജീവൻ വന്നു. കർത്താവ് എന്ത് ചെയ്തു? വെളിപ്പെടേണ്ടോടൊക്കെ വെളിപ്പെട്ടു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. തനിക്ക് അടുത്ത ശുശ്രൂഷയുണ്ട്. താൻ പിന്നെ പാതാളത്തിലൊക്കെ ചെന്ന് സുവിശേഷം പറഞ്ഞ് താൻ എന്ത് ചെയ്തു? പിതാവിൻ്റെ അടുത്തേക്ക് പോയി. ഇതേ ശക്തി, ഈ കാര്യമൊക്കെ നമുക്കറിയാം. ഇത് യേശുവിൻ്റെ മേലെ നടക്കത്തുള്ളൂ. ഇത്രയും ശക്തി യേശുവിൻ്റെ മേലെ വരത്തുള്ളൂ എന്നാണോ നിങ്ങളുടെ വിചാരം? എഫെസോസിലെ സഭ പറയുക, ഞങ്ങൾക്ക് ഈ അർത്തമീസ് ദേവിയെ കട്ടിപ്പാറയിലെ ആൾക്കാർ പറയുന്ന പോലെ ഞങ്ങൾക്ക് ഈ അർത്തമീസ് ദേവി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ജയിക്കാൻ പറ്റുന്നില്ല. ഇവിടെ എഴുതിയിരിക്കും, ഓരോ നമ്മളൊക്കെ ആയിരിക്കുന്ന ദേശശക്തി ഇതുപോലെ അന്ധകാര ശക്തിയുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ 20-ാമത്തെ വാക്യത്തിൽ വായിച്ചപ്പോൾ ഈ ശക്തി, സ്തോത്രം, ആരുടെ മേലുണ്ട്? ക്രിസ്തുവിൻ്റെ മേൽ. ഇതേ ശക്തിയാണ് ക്രിസ്തുവിന്മേൽ വ്യാപരിച്ചത്. ക്രിസ്തുവിന്മേൽ വ്യാപരിച്ച അതേ ശക്തിയാണ് നമ്മളിൽ ആയിരിക്കുന്നത്. ആ ശക്തി ക്രിസ്തുവിന്മേൽ വ്യാപരിച്ചപ്പോൾ താൻ മരിച്ചവരുടെ ഉയർത്ത് സ്വർഗസ്ഥലത്തിൽ പിതാവിനോടുകൂടി എന്ത് ചെയ്തു? ഇനി അടുത്തത്, തന്നെ തോപ്പിക്കാൻ വന്ന, നിന്ദിക്കാൻ വന്ന എല്ലാ ദുഷ്ടശക്തിയെയും ലജ്ജിപ്പിച്ചുകൊണ്ട്. അങ്ങനെയല്ലേ യേശു വെൻ ജീസസ് റിസറക്റ്റഡ് എന്തുവാ സംഭവിച്ചത്? സാത്താൻ്റെ പദ്ധതി പൊളിഞ്ഞു പോയി. ഈ അന്ധകാര യുഗത്തിൽ, ഡാർക്ക് ഏജസിൽ ബുദ്ധിസം, ജൈനിസം പോലുള്ള ഒത്തിരി മതങ്ങളുണ്ടായി.
തീർന്നു പോയി ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം എന്നൊക്കെ സാത്താൻ പ്ലാൻ ചെയ്ത് എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്തോ, യഹൂദ മതത്തെ ക്ഷീണിപ്പിച്ചോ, യെരുശലേം ദേവാലയത്തിൽ ദൈവസാന്നിധ്യമില്ലാതാക്കിയോ, ഈ പുതിയ നിയമത്തിൻ്റെയും പഴയ നിയമത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന ആ 400-500 വർഷത്തിൽ എത്ര സാത്താൻ്റെ പ്ലാനിങ് പദ്ധതികൾ, കെട്ടുകൾ ഉണ്ടായിരുന്നു. ഈ കെട്ടുകളെ മുഴുവൻ പൊട്ടിച്ച് സാത്താനെ ലജ്ജിപ്പിച്ച് താൻ സകല നാമത്തിനും മേലായ നാമാൻ. ഈ ശക്തിയാണ് ആരിൽ വ്യാപരിക്കുന്ന ഒരു ചെറിയ ഡെമോ വേർഷൻ അല്ല, ബീറ്റ വേർഷൻ അല്ല. ഇതേ ശക്തി, യേശുവിന്മേൽ വ്യാപരിച്ച ഇതേ ശക്തിയാണ്. വിശ്വസിക്കുന്നതേ മക്കളെ, ശക്തിയൊന്നും ഇല്ലല്ലോ. പ്രൈസ് ലോർഡ്. എന്തിനാണ് നമ്മൾ പിന്നെ ക്ഷീണിച്ചു പോകുന്നത്? ക്ഷീണിപ്പിക്കാൻ വരും, മനസ്സ് ഡൗൺ ആക്കും. ആദ്യം മനസ്സ് ഡൗൺ ആയാൽ ശരീരം ഡൗൺ ആകത്തുള്ളൂ സാത്താൻ അറിയാവുന്നതുകൊണ്ട് ആദ്യം നമ്മുടെ മനസ്സ് എന്ത് ചെയ്യും? ഡിസ്റ്റർബ് ചെയ്ത് കളയും. തലയും മനസ്സും എല്ലാം ഡിസ്റ്റർബ്. പിന്നെ അതോടുകൂടി നമ്മൾ ശരീരവും ഡൗൺ ആകുമ്പോൾ കർത്താവിനോടുള്ള ആത്മാർത്ഥതയും സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ കുറയും. ഇതൊക്കെ സാത്താൻ ചെയ്യും. എഫെസോസിലെ ദൈവസഭയോട് ബലപ്പെടുത്തിയാണ് പറയുന്നത്, നിങ്ങൾ മനസ്സിലാകണം, സാത്താൻ ലജ്ജിച്ചു പോയി അവൻ്റെ പദ്ധതി ഇല്ലാതായി. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തി. ബാക്കി വായിച്ചാട്ട്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിന് മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുക. ഇവിടെ എഴുതിയിരിക്കുന്നത് എല്ലാ നാമത്തിനും അത്യന്തം മീതെ ഇരുത്തി. എല്ലാം അവൻ്റെ കാൽ കീഴാക്കി, ഇല്ലേ? അതും വായിച്ചോ. സ്തോത്രം. യേശു സകലത്തിനും മീതെ തല. എല്ലാ ദുഷ്ടശക്തിയും യേശുവിൻ്റെ കാൽ കീഴെ. ഇതേ അധികാരമാണ് കർത്താവ് മത്തായി സുവിശേഷം 28-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ദ സെയിം അതോറിറ്റി ഐ ഗിവ് അൺ ടു ലിറ്റിൽ അതോറിറ്റി, എ സ്മോളർ വേർഷൻ. അങ്ങനെ വല്ലതോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതേ അധികാരം ശിഷ്യന്മാർക്കാണ് കേട്ടോ. എന്ന് വെച്ചാൽ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും എല്ലാം ത്യജിച്ച് കർത്താവിന് വേണ്ടി ആത്മാർത്ഥയോട് നിൽക്കുന്ന, കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് വിളിക്കപ്പെട്ട ഈ വിശ്വാസി, സാധാ വിശ്വാസിയൊന്നും ബൈബിളിൽ അങ്ങ് എഴുതിയിട്ടില്ല. ശിഷ്യൻ, മണവാട്ടി എന്നൊക്കെയാണ് പുതിയ നിയമത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ വിളിക്കുന്ന പേര്. അതിനായിട്ടാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. അപ്പോൾ അതൊരു വലിയ ഒരുക്കമാണ്. ഇങ്ങനെ നമ്മൾ പണ്ട് പള്ളിയിലായിരുന്ന പോലെ എങ്ങനെയെങ്കിലുമൊക്കെ വന്ന് കുർബാന കണ്ടിട്ട് പോകുന്ന പോലെ ആരാധന മാത്രം കൂടിയിട്ടൊന്നും പോകാൻ പറ്റത്തില്ല ദൈവമക്കളെ. ഒരു ഡിസൈപ്പിൾ, ആ ഒരു ഒരുക്കമാണ് ജീവിതത്തിൽ വരേണ്ടത് എന്ന് എഫെസോസിലെ ദൈവമക്കളെ വീണ്ടും ഓർപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് സാത്താൻ്റെ മേൽ. 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എല്ലാത്തിൻ്റെ മേൽ വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ വരുവാനുള്ള കാര്യങ്ങളിലും നമ്മളെ എന്താക്കി തീർത്തു. എന്നിട്ട് സർവവും യേശുവിന്റെ കാൽ കീഴാക്കി, സകലത്തിനും ഇതേ തലയാക്കി. ആ നിറവിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടിരുന്നത്, അല്പമല്ല. ഇതെല്ലാം കർത്താവ്, ഈ നിറവ് ആർക്കാ കൊടുക്കുന്നത്? കർത്താവിന് ലഭിച്ചു. ആ നിറവ് വചനത്തിൽ കൂടും, ആത്മാവിലുള്ള ആരാധനയിൽ കൂടെ. ലോർഡ് ഈസ് ഗോയിങ് ടു ഗിവ് ദിസ് ഫുൾനെസ് ടു അസ്. ഈ നിറവാണ് കർത്താവ്. അതാ 23-ാമത്തെ അവസാനത്തെ വാക്യത്തിൽ പറഞ്ഞു, ഈ നിറവ് നമുക്ക് തരുന്നത്. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഒരു വാക്യം പെട്ടെന്ന് വായിക്കാം സുവിശേഷങ്ങളിൽ നിന്ന്. മാർക്ക് ചാപ്റ്റർ 3, മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14-15. മാർക്ക് 3:14-15. കർത്താവ് ചിലരെ നിയമിച്ച്, തനിക്കിഷ്ടമുള്ളവരെ താൻ വിളിച്ച് നിയമിച്ച്, ഈ പിശാചിനെ ശാസിക്കാനും അതിൻ്റെ മേൽ അധികാരം ഉണ്ടാക്കാനും കർത്താവ് അവർക്ക് എന്തു കൊടുത്തു? ശക്തി കൊടുത്തു. ലോർഡ് ഗേവ് ദം പവർ, ലോർഡ് ഗേവ് ദം അതോറിറ്റി എന്നൊക്കെ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്നത്. അപ്പോൾ ആരാണ് ശക്തി തരേണ്ടത് പിശാചിനെ ജയിക്കുവാൻ? കർത്താവ് ആ ശക്തി തരേണ്ടത്. കർത്താവ് വിളിച്ചിരിക്കുന്നവരുടെ മേൽ കർത്താവ് ശക്തി തരും. അതാണ് 23-ന്റെ ആ ഫുൾനെസ്. ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. കർത്താവ് ആ നിറവ് പ്രാപിച്ചു. ഇനി എല്ലാറ്റിനും നിറയ്ക്കുന്ന ആ സഭയ്ക്ക് എന്ത് ചെയ്തു? ആ നിറവ് ഞാൻ കൊടുത്തു. തലയാരാ? കർത്താവാ. നമ്മളൊക്കെ അവയവങ്ങളാണ്. ആ നിറവാ കർത്താവ് നമുക്ക് തരുന്നത്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അതിന് അവയവം പലതും ശരീരത്തിന്റെ അവയവം പലതായിരിക്കും, എല്ലാം ഒരു ശരീരവും. ഏത് സഭയാണേലും ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? ഒരു ശരീരം. ഇനി അതിന്റെ 14-ാമത്തെ വാക്യം, ഞാൻ കൈ അല്ലായതുകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയും. ഇനി നമ്മളെ ഓരോരുത്തരെയും അവയവമാക്കിയിരിക്കുന്നതാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്തുവാ?
എല്ലാവരും കണ്ണല്ല ആക്കിയിരിക്കുന്നത്. താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം നിങ്ങൾക്ക് അറിയാവുന്ന വാക്യം കാണല്ലോ. എല്ലാവരും കാലല്ല, എല്ലാവരും 16-ാമത്തെ വാക്യം കണ്ണല്ല. ഇനി 17-ാമത്തെ വാക്യത്തിൽ ശരീരം പറയുക ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ? മുഴുവൻ ശ്രവണമായാൽ ഘ്രാണം എവിടെ? ഓരോ അവയവത്തിനും അതിൻ്റെ ഡ്യൂട്ടി ഉണ്ട്. ഒരാൾ മാത്രമല്ല ഒരു പ്രവൃത്തി ചെയ്യുന്നത്, കർത്താവാണ് തല. നമ്മളെല്ലാം അവയവങ്ങൾ, അതായത് ആദ്യമേ പറഞ്ഞൊരു സാധാ വിശ്വാസിയൊന്നുമില്ല. വി ആർ മെമ്പേഴ്സ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഈ യൂസ്ലെസ് അവയവമൊന്നുമില്ല, നമുക്കെല്ലാം ഒരു ഫങ്ഷൻ ഉണ്ട്. ആ ഫങ്ഷനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ഭാഗമാണ് ഈ 12-ാം അധ്യായം. അതിൻ്റെ 13ഉം 14ഉം പരിശുദ്ധാത്മാവിൻ്റെ നിറവും, പിന്നെ 14-ാമത്തെ അധ്യായം അന്യഭാഷയും പ്രവചന വരങ്ങളെ പറ്റിയൊക്കെ പറയുന്ന അധ്യായമാണ്. സോ അതുകൊണ്ട് നമ്മളെ ആ ഫങ്ഷൻ ചെയ്യുവാൻ വേണ്ടി ഒരുക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതിൻ്റെ 18-ാമത്തെ വാക്യം ദൈവമാണ് സെലക്ട് ചെയ്യുന്നത്. 18-ാമത്തെ വാക്യം വായിച്ചു. ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കും. ദൈവമാണ് ഓരോ അവയവങ്ങളെ വെവ്വേറെയായിട്ട് വെച്ചിരിക്കുന്ന, ഓരോ അവയവത്തിന് ഡ്യൂട്ടി കൊടുക്കുന്ന. നമ്മളെ വിളിച്ച വിളി എന്തിനാ നമ്മളെ വിളിച്ചതെന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുവല്ല, ദൈവമാണ് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മളിവിടെ കണ്ടു. 25 വായിച്ചേ. ശരീരത്തിൽ ഭിന്നത വരാതെ, ഈ ശരീരത്തിൽ ഈ അവയവങ്ങൾ മധ്യത്തിൽ എന്തു വരല്ല? ഡിഫറൻസസ് വരല്ല. ഇത് വചനമാണ്. ഇതിന് നേരെ എതിരാ സാത്താൻ എന്ത് ചെയ്യുന്നത്? ഭിന്നത വരുത്തുവാൻ ശ്രമിക്കും. സാത്താൻ ഭിന്നത വരുത്തുമ്പോൾ കർത്താവ് പറയുന്ന ഈ അവയവങ്ങളെല്ലാം എന്തായി തീരണം? ഭിന്നത വരല്ല. അവയവങ്ങളുടെ മധ്യത്തിൽ അന്യോന്യം കരുതണം. വചനത്തിൻ്റെ പ്രമാണം. ഇനി ഒരു അവയവം സഹിച്ചാൽ 26 വായിച്ചേ. അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. സോ ഒരു അവയവത്തിന് കഷ്ടം വന്നാൽ അവയവങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ഒരു സഭ എങ്ങനെ ആ ദേശത്ത് പ്രവർത്തിക്കേണ്ടത് എന്നിവിടെ കൊരിന്ത്യ സഭയോട് പറയുന്നു, എഫെസോ സഭയോടും പറയുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? അതുപോലെ നിൽക്കണം. നിങ്ങളെല്ലാം ഓരോ അവയവങ്ങളാണ് എന്ന് ഓർപ്പിക്കുന്ന ഭാഗങ്ങളാണ്. അങ്ങനെ നിൽക്കാൻ വേണ്ടി യുദ്ധത്തിന് ജയം പ്രാപിക്കുവാൻ സർവായുധ കവചമൊക്കെ ധരിക്കണം, പ്രാപിക്കണം. അതിനുവേണ്ടി ഇവിടെ കർത്താവ് വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം. 28-ാമത്തെ വാക്യം. ഗോഡ് ഈസ് അപ്പോയിൻറ്റഡ് ഇൻ ദ ചർച്ച്. ആദ്യം അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ടീച്ചേഴ്സ്, ഇതൊക്കെ എഫ് എസ് ലേഖനത്തിലും ഇനി നമ്മൾ 5-ാം അധ്യായം 6-ാം അധ്യായത്തിൽ വായിക്കാൻ പോവാം. 4-ാം അധ്യായത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനാലാണ് അവയവമായിരിക്കുന്ന ഞാൻ എൻ്റെ ഫങ്ഷൻ ചെയ്യുവാൻ കഴിയുന്നത്. അതിനുവേണ്ടിയാണ് ഈ അധ്യായത്തിൻ്റെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ശ്രേഷ്ഠമേറിയ വരങ്ങൾക്ക് വേണ്ടി വാഞ്ചിപ്പീൻ. ഇവിടെ എഫ് എസ് തിരിച്ച് നമ്മുടെ അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ അവസാനത്തെ 23-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക, ക്രിസ്തു ആദ്യം ഈ നിറവ് പ്രാപിച്ചു. ഈ നിറവ് ആർക്ക് കൊടുത്തു? സഭയ്ക്ക് കൊടുത്തു. അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നാണ് നമ്മളിവിടെ കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. ആത്മാവിൻ്റെ നിറവ് ഈ ദിവസങ്ങൾ പ്രാപിക്കണം. ആ കർത്താവിൻ്റെ അതേ ഭാവം, ആ സ്വഭാവം ഈ ദിവസങ്ങൾ വരണം നമ്മുടെ മേൽ. ഇല്ലേ? ആ കർത്താവിൻ്റെ അതേ വിശുദ്ധി നമ്മുടെ മേൽ വരണം. കർത്താവ് തന്നെ സ്നേഹിക്കാതെ, കർത്താവിൻ്റെ സ്വർഗീയ ലക്ഷറീസും, രാജാതി രാജാവാണ്. ഇവിടുത്തെ രാജാവിൻ്റെ ലക്ഷറി ഒന്നുമല്ല, താൻ കൽപ്പിക്കത്തേ ഉള്ളൂ. ദൂതന്മാർ അവൻ്റെ മുമ്പിൽ ഇരിക്കത്തില്ല, പറന്നാ പാടുന്നത്. മുഖം നോക്കത്തില്ല, മുഖം നോക്കുവാൻ യോഗ്യരല്ല. അത്രയും മഹത്വത്തിലും ആരാധനയ്ക്ക് യോഗ്യനായ ഇരുന്ന കർത്താവാണ്. അതെല്ലാം പിഴിഞ്ഞ് ഇവിടെ വന്ന് മനുഷ്യൻ തൻ്റെ സൃഷ്ടി, തൻ്റെ മുഖത്ത് നോക്കി തുപ്പുന്നു, നിന്ദിക്കുന്നു. വസ്ത്രം കീറിയെടുത്ത് എവിടെയോ 3-4 തുരുമ്പ് പിടിച്ച് ആണിയിൽ ക്രൂശിക്കുന്നു. സോ ഇവിടെ എല്ലാം കർത്താവ് വില കൊടുക്കുവാൻ വേണ്ടി മിണ്ടാതിരുന്ന പിതാവിൻ്റെ ഇഷ്ടം എന്നിൽ നിവർത്തിക്കുവാൻ വേണ്ടി. സ്തോത്രം. നമുക്കൊരു മാതൃകയായിട്ട് എന്നിട്ട് കർത്താവ് പറയുക, അങ്ങനെ മാത്രമേ ഈ നിറവ് പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. ഈ നിറവ് പ്രാപിക്കണേലും വില കൊടുക്കണം. ഈ നിറവ് പ്രാപിക്കണേൽ ശുശ്രൂഷയിൽ നിൽക്കണം. ഈ ദിവസങ്ങൾ നിങ്ങളൊക്കെ ബുധനാഴ്ചയൊക്കെ ആൾക്കാർ വരുന്നുണ്ട്, ആത്മാവിൽ ആരാധിക്കുവാനും വരുന്നവരെല്ലാം ചേർന്ന് ആരാധിക്കുവാനിടയായി തീരുന്നുണ്ട്. വെള്ളിയാഴ്ചയും നമ്മൾ ചേർന്ന് ആരാധിക്കുന്നുണ്ട്. ഈ നിറവ് പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്തോത്രം. ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഈ ദിവസങ്ങൾ എന്തിനാണ് ഈ നിറവ് പ്രാപിക്കേണ്ടത്? ശുശ്രൂഷയ്ക്കായിട്ടാണ്. ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവെ എന്നെ നിറയ്ക്കണമേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ നിറവ് സഭയ്ക്ക് തരുന്നു. ഈ കർത്താവിൻ്റെ ആ ജീവൻ നമ്മളിലേക്ക് വരുവാൻ, കർത്താവിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വരുവാൻ. എന്നിട്ട് വീണ്ടും അടുത്ത 2-ാം അധ്യായത്തിൽ ഇതിൻ്റെ ഒരു തുടർച്ചയാണ്. സ്തോത്രം. നമ്മൾ ഒരു കാലത്ത് ഇങ്ങനെയുള്ളവരായിരുന്നു, അതിൽ നിന്ന് വ്യത്യസ്തരായി മാറ്റി കഴുകി രൂപാന്തരപ്പെടുത്തി പണിത് നമ്മളെ സഭയിൽ കൊണ്ടുവന്ന് കർത്താവിൻ്റെ പകരമായിട്ട് നിർത്തിയിരിക്കുന്നത് ഈ നിറവ് പ്രാപിക്കുവാനാണ്. അടുത്ത അധ്യായത്തിൽ നമുക്ക് പഠിക്കാം, ചിന്തിക്കാം. നമ്മുടെ ജീവിതം നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാം. ഒരല്പം ഈ നിറവെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോന്ന് അറിയാമല്ലോ. ആ വെള്ളത്തിൻ്റെ ജാർ ഇപ്പോൾ ഒരു 3/4 വെള്ളമേ വെള്ളത്തുള്ളൂ.
ഒരു ജഗ്ഗ് നമ്മൾ എടുക്കുമ്പോൾ, ഗ്ലാസ് എടുക്കുമ്പോൾ അതിനകത്ത് പകുതി വെള്ളം കാണും, 1/4 ഗ്ലാസ് കാണും. അതിനാണോ നിറവെന്ന് പറയുന്നത്? ഈ നിറവ് ആദ്യം പ്രാപിച്ചു, അത് കഴിഞ്ഞ് സഭ ഈ നിറവ് പ്രാപിക്കണം. നമ്മൾ ചെറിയ കൂട്ടമായിട്ട് ഇവിടെ നിൽക്കുന്നെങ്കിലും പ്രാർത്ഥിക്കാൻ, കർത്താവേ അല്പമല്ല, നിറവ് പ്രാപിക്കുവാൻ കർത്താവേ എന്നെ സഹായിക്കണം. ഫിൽ മീ വിത്ത് ദൈ സ്പിരിറ്റ്. അപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരണം. ആ മാറ്റമൊക്കെ വരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നിറവ് പ്രാപിച്ചില്ലെങ്കിൽ ഇനി എത്ര വർഷം നമ്മളിവിടെ കൂടിയാലും വല്ല കാര്യമുണ്ടോ ദൈവമക്കളെ? ഒരു കാര്യവുമില്ല. നിറവ് പ്രാപിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ.